നമസ്കാരം. അതെ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എപ്പിസോഡ് തുടങ്ങും. ഞാൻ ഒന്ന് ടച്ചപ്പ് ചെയ്തോട്ടെ. റെഡിയാണ് സാർ. അനൂപ് സാർ, ഒരു 2 മിനിറ്റ് ഞാൻ ഒന്ന് ടച്ചപ്പ് ചെയ്തോട്ടെ. മേക്കപ്പ് സാർ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് വാടോ, ഒന്ന് ടച്ച് ചെയ്തേ. ടച്ചപ്പ് മേക്കപ്പ് മാൻ ജിത്തു എവിടെയേ? ജിത്തു എവിടെ സാർ? പോയേക്കാ, കാപ്പി കുടിക്കാൻ പോയി. കാപ്പി കുടിക്കാം. നമ്മൾ ചെയ്താൽ കുഴപ്പമുണ്ടോ? അയ്യോ കുഴപ്പമില്ല, ഒന്ന് പെട്ടെന്ന് വേണം. ഞാൻ ജിത്തുവിനേക്കാളൊക്കെ സീനിയറാ, 10-15 വർഷം സീനിയറാ. ആണോ? ജിത്തു ശരിക്കും എന്റെ ശിഷ്യനാ. എന്റെ ദൈവം, ഇവിടെ ഇരുന്നാ മതിയോ? എവിടെ ഇരുന്നാ മതി, ചിരിച്ചോടങ്ങ് നീങ്ങിക്കോ. ഇത്തിരി വെട്ടം കിട്ടാൻ പാത്തിന്. അതെന്താ അവിടെ ഇരുന്നാ പറ്റില്ലേ? അതല്ല, ഇവിടെ വെട്ടം ശരിക്കും ബ്രൈറ്റ്നസ് വേണമെങ്കിലേ. ഓക്കെ ഓക്കെ. നമ്മൾ ഈ സിനിമയ്ക്കും മറ്റേ ഇതൊക്കെ ചെയ്ത് പഠിച്ചുകൊണ്ട് ബ്രൈറ്റ്നസ് വേണം. ഓക്കെ. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ മിമിക്രിക്കാരാണ് ആദ്യം മേക്കപ്പ് ചെയ്യുന്നത്. മിമിക്രി കലാകാരന്മാർക്കാണ് ആദ്യം മേക്കപ്പ് ചെയ്യുന്നത്. ഈ മറ്റേ ഈ ശബ്ദാനുകരണമൊക്കെ കഴിഞ്ഞിട്ട് ഫിഗർ വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓരോ മിമിക്രിക്കാർ ഓരോ നടന്മാരുടെ ഫിഗർ ആവുന്ന കാലഘട്ടം. ആ സമയത്തൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഫിഗർ ആക്കുന്നത്, ഓരോ മിമിക്രിക്കാരെ ഫിഗർ ആക്കുന്നത് ഞാനായിരുന്നു. കോട്ടയം നസീറടക്കം പല ആർട്ടിസ്റ്റുകളെയും മമ്മൂട്ടി മോഹൻലാലാക്കും, സുരേഷ് ഗോപി ആക്കും. അങ്ങനെ ഓരോ ഫിഗർ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തു. അങ്ങനെ ഞാനിങ്ങനെ ചെയ്ത് എന്റെ ഒരു ഫിഗർ ഷോ കണ്ടാണ് മമ്മൂക്ക എന്നെ സിനിമാ ഫീൽഡിലേക്ക് കൈപിടിച്ച് നടത്തുന്നത്. പിന്നെ അങ്ങനെ മമ്മൂക്കയുടെ മേക്കപ്പ് മാനായി. മമ്മൂക്കയുടെ മേക്കപ്പ് മാൻ ശരിക്കും ജോർജ് ഏട്ടനാണല്ലോ. ജോർജ് ഞാൻ വരുന്ന സമയത്ത് ജോർജ് എന്ന് പറഞ്ഞത് അന്ന് വള്ളിനിക്കറിട്ട് ഓടി നടക്കുക. ആണോ? ഞാനാണ് മേക്കപ്പിൽ പുള്ളിനെ കൈ പിടിച്ച് നടത്തുന്നതും എന്റെ ശിഷ്യനായിട്ടാണ് പുള്ളി വരുന്നതും. പക്ഷെ സിനിമയിലൊക്കെ പുള്ളിയുടെ പേര് ഇടത്തുള്ളൂ. അത് സാറ്റലൈറ്റിന് വേണ്ടിട്ട്. എനിക്ക് ഫിഗർ ഇല്ലല്ലോ, അതുകൊണ്ട് എന്നെ സിനിമയിൽ പേരിടത്തില്ല. അവരുടെ പേരിടും, എന്നിട്ട് വർക്ക് മൊത്തം ഞാൻ ചെയ്യും. അല്ല, ഇനി വാചകം അടിക്കേണ്ടത് പെട്ടെന്നൊന്ന് ചെയ്യാം. അതിനു മുമ്പ് നമ്മളൊന്ന് അടുക്കണമല്ലോ. മാനസികമായിട്ടൊന്ന് അടുത്ത് കഴിഞ്ഞാൽ മേക്കപ്പുമായിട്ടൊന്ന് അടുക്കും. അപ്പൊ മുഖത്തിന് ചേരുന്ന മേക്കപ്പ് ഇടാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് സിനിമയിലെ കാര്യം ഞാൻ പറഞ്ഞു വന്നുകൊണ്ട് ഞാനൊന്ന് പറയാണ്. ഹരികൃഷ്ണൻസ് പടമില്ലേ, ഹരികൃഷ്ണൻ, ആ പടത്തിനകത്ത് ഞാനാണ് മേക്കപ്പ് ചെയ്തത്. ആർക്ക്? അതിനകത്ത് മമ്മൂട്ടിക്ക് ഒരു മേക്കപ്പ് ചെയ്ത് ഞാൻ. മമ്മൂട്ടിക്ക് മേക്കപ്പ് രാവിലെ വരുമ്പോൾ നമുക്ക് ചാർട്ട് തരുമല്ലോ, ചാർട്ട് അടുത്തതാരാണെന്ന്. അപ്പൊ എനിക്ക് തന്ന ചാർട്ട് മോഹൻലാലിന്റെയും ഇവിടെ വന്നിരുന്നത് മമ്മൂക്കായും. അപ്പൊ എനിക്ക് ഫിഗർ ചെയ്തുള്ള പരിചയം വെച്ച് ഞാൻ മമ്മൂക്കാനെ മേക്കപ്പ് ചെയ്ത് വന്നപ്പോ എന്റെ മനസ്സിൽ മോഹൻലാലാണല്ലോ കിടക്കുന്നത്. ചെയ്ത് വന്നപ്പോ അവസാനം മമ്മൂട്ടി മോഹൻലാലായിട്ട് ഇരിക്കുന്നു. മമ്മൂക്ക എഴുന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെ ഇടുന്നു ചോദിച്ചു. ഞാൻ കണ്ണാടി കാണിച്ചില്ല. പുള്ളി എന്നോട് ചോദിച്ചു എങ്ങനെ ഇടുന്നു ചോദിച്ചു. ഞാൻ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു അടിപൊളി എന്ന് പറഞ്ഞു. തോളത്തുനിന്ന് തട്ടിക്ക് വലത്തെ തോള്. പുള്ളി ഇതേ ഇങ്ങനെ പോയി. ഇങ്ങനെ മമ്മൂക്ക അങ്ങ് ചെല്ലുകയും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു സാർ സീനായി എന്ന് പറഞ്ഞു. മോഹൻലാലാണെന്ന് വിചാരിച്ചു മമ്മൂട്ടിയെ പിടിച്ച് അഭിനയിച്ചു. ഇപ്പോഴും ആ പടത്തിനകത്ത് ഒരു സീനില് മോഹൻലാൽ അല്ല മമ്മൂട്ടിയാ വന്നിരിക്കുന്ന മോഹൻലാലായിട്ട് അറിയാമോ? ഈ പടം എന്റെ ദൈവമേ, ഇത് ടച്ച് ചെയ്യൂ. ഇത് ടച്ച് ചെയ്യാ. ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ മാനസികമായിട്ട് നടത്തോട്ടെ. ഐ പടത്തിനകത്ത് ശങ്കറിന്റെ മേക്കപ്പ്. ശങ്കറിന്റെ പടത്തിനകത്ത് വിക്രമിന്റെ മേക്കപ്പ്. വിക്രമിന് നിങ്ങളാണോ? കൺഫ്യൂഷൻ, പെട്ടെന്ന് ടെൻഷൻ അടിച്ചു പോയി. വിക്രമിന്റെ മേക്കപ്പ് ചെയ്ത് ഞാനാണ്. ആണോ? തന്നെയല്ല, ആ പടത്തിൽ വെച്ച് നോക്കുമ്പോൾ മേക്കപ്പ് മാത്രമല്ല, എന്റെ മേക്കപ്പിലൂടെ ട്വിസ്റ്റ് ഉണ്ടായി. ആ പടത്തിന് ചേഞ്ച് ഉണ്ടായി പോയതാണ്. അതെന്താന്ന് വെച്ചാല് വിക്രത്തിന് ഞാൻ മേക്കപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അവസാനം അതുക്കും മേലെ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ, മറ്റേ വയസ്സായ ആ രൂപമായി പോയി. വൃത്തികെട്ട കോലമായി പോയി. എല്ലാരും ഭിത്തിയോട് ചേർത്ത് വെച്ച് എന്നെ സ്നേഹിച്ച് പരിലാളിച്ചപ്പോ ശങ്കർ സാർ വന്നിട്ട് പറഞ്ഞു നിർത്ത്, ഒന്നും ചെയ്യണ്ട, ഇത് വെച്ചിട്ടൊരു കഥാപാത്രം എഴുതാം, ഇതും കൂടെ നമുക്ക് കേറ്റാം. അങ്ങനെ ഈ പടത്തിനകത്ത് ആ കഥാപാത്രം ഉണ്ടാവുകയും ആ പടം ഹിറ്റാവുകയും ചെയ്തു. അത് ശരി. അതെ, എനിക്കത് പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് തരുമോ? ഇനി നിങ്ങൾ കഥയൊന്നും പറയാം. എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് മേക്കപ്പ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഇതാരാ ചെയ്തത്? ഞാൻ പറഞ്ഞല്ലേ, ജിത്തു ആണ് സിനിമയിലെ മേക്കപ്പ് മാൻ. നിങ്ങൾ തമ്മിൽ വല്ല സ്വരച്ചേർച്ചയുണ്ടോ? ഒരു പ്രശ്നമില്ല. വല്ല ഉടക്കോ ഒച്ചപ്പാട് എന്തെങ്കിലും ഉണ്ടായില്ല? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വൃത്തികെട്ട രീതിയിൽ ആക്കി വെച്ചേക്കുന്നത് നന്നാക്കണമെങ്കിൽ വേറെ കേസുണ്ട്. ഞാൻ ചെയ്യുമ്പോൾ വല്ലവരും ചെയ്ത മേക്കപ്പിന്റെ മേലെ കയറി ഞാൻ ചെയ്യത്തില്ല. എനിക്ക് എന്റേതായ ഒരു ശൈലിയുണ്ട്. ഒന്നേന്നേ ഞാൻ തുടങ്ങത്തുള്ളൂ. എന്നാ പിന്നെ നമുക്ക് അകത്തോട്ട് അല്ല, വേണ്ട, ഇവിടെ തന്നെ ഇരുന്ന് ചെയ്യാം. ഒറ്റ മിനിറ്റ്, എനിക്ക് വേറെ രഹസ്യമൊന്നുമില്ലല്ലോ. പരസ്യമായിട്ടിരുന്നോ, ഈ മേക്കപ്പ് മൊത്തം ഞാൻ അഴിക്കും. അതായത് തൂത്ത് കളഞ്ഞിട്ട് എന്റെ രീതിയിൽ നിങ്ങളെ സുന്ദരനാക്കും. ഇത്രയും വലിയൊരു മേക്കപ്പ് ഒന്ന് തൂത്ത് കളയാണേ. എല്ലാവർക്കും ഒരേ ശൈലിയുണ്ട്, ഒരേ പാറ്റേൺ ഉണ്ട്. അല്ല, ഞാനൊന്ന് നോക്കട്ടെ മുഖം. ജസ്റ്റ് നോക്കിയോളൂ.
ദൈവം ഇതെന്താ പാളയംപള്ളിയിലെ സെമിത്തേരി പോലെ ഉണ്ടല്ലോ. പാളയംപള്ളിയിലെ സിമിത്തേരിയോ? നിങ്ങളുടെ മൊത്തം മേക്കപ്പ് ഞാനിപ്പോ ഒന്ന് അഴിച്ച് കാണിക്കാം. കണ്ണാടി കാട്ടെ. മേക്കപ്പ് അഴിച്ചിട്ട് ഞാൻ ശരിക്കും ചെയ്യാൻ കേട്ടോ. പതിയെ അഴിക്കുന്നേ, വേദനിക്കുന്ന തൊലി എവിടെ ഇരുന്നോട്ടെ. ദൈവമേ, ടാറിടാത്ത റോട്ടി കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ ഈ കൈ പോകുന്നു. അത്രയ്ക്ക് കട്ടറ. ആ കുണ്ടും കുഴിയും കട്ടറും. അത് കട്ടറല്ല, കണ്ണിന്റെ കുഴിയാണ്. തുടച്ചോ. സിനിമാ നടനാണ് അത്ര, സിനിമാ നടൻ. ഓക്കെ, മേക്കപ്പ് ഇല്ലാതെ ഇവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ നല്ല തേക്കത്തില്ല, അറിയാമോ? ഈ കളർ വെച്ച് നോക്കുമ്പോണ്ടല്ലോ സാറിന്റെ ഒക്കെ മുമ്പിൽ ഞാൻ ഉണ്ടല്ലോ ജർമ്മനിലെ സായിപ്പ്, അറിയാവോ? ജർമ്മനിലെ സായിപ്പ്. ഇറങ്ങിപ്പോടോ, ഇറങ്ങിപ്പോടോ. നോക്ക് നോക്ക്. എന്റെ ദൈവമേ, ഇറങ്ങിപ്പോ. എന്റെയാണ് കുഴപ്പം. ഇവിടെ നിൽക്കണ്ട, ഇറങ്ങിപ്പോ. എന്റെ കുഴപ്പമാണല്ലേ? എനിക്ക് മേക്കപ്പ് വേണ്ട, ഞാൻ വേറെ ഇട്ടോളാം. അതെ, നിങ്ങളും അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. സ്വന്തം മേക്കപ്പിനെ കുറിച്ചോ ഇല്ലെങ്കിൽ സ്വന്തം ഗ്ലാമറിനെ കുറിച്ചോ അറിയണമെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അവരവരുടെ ആധാർ കാർഡ് എടുത്ത് നോക്കണം. അപ്പൊ യഥാർത്ഥ ഗ്ലാമർ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ അശ്വതി, പെട്ടെന്ന് വന്നൊന്ന് ആങ്കർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ ഒന്ന് മേക്കപ്പ് ഇട്ടിട്ട് ഇതാ വരുന്നു. Good evening and welcome to Luna's Comedy Super Night. Luna's Comedy Super Nightലേക്ക് നമ്മുടെ സുരാജേട്ടനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ഒരു 2 വരി കവിത. ഓക്കെ, സമ്മതിച്ചാ? കൈയടിച്ച് ഭാഗ്യം. ചിലരൊക്കെ ഇടയ്ക്ക് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇവളുടെ കവിതയും കൂടെ സഹിക്കണമെന്ന്. അങ്ങനെയൊന്നുമല്ല, ഇത് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു പ്രത്യേക തരം കവിതയാണ്. ഓക്കെ, കൈയടിക്കണം കേട്ടോ. കവിതയുടെ കനലൊക്കെ ഊതിയൂതി പുകതിക്ക് ശ്വാസം പിടഞ്ഞു, തിരികെ നടക്കുവാൻ നോക്കിയപ്പോഴൊക്കെ അരുതെന്നു പ്രാണൻ പിടഞ്ഞു. എന്റെ ഹൃദയത്തിൽ നിന്നിട്ടു പ്രണയം പടർന്നിട്ടു കടലാസു വീണ്ടും ചുവന്നു. എന്റെ ഹൃദയത്തിൽ നിന്നിട്ടു പ്രണയം പടർന്നിട്ടു കടലാസു വീണ്ടും ചുവന്നു. നല്ല കവിതയാണ്. താങ്ക് യു ചേട്ടാ. ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ചിട്ടപ്പെടുത്തിയ കവിത. അതിന് ഇച്ചിരി പുളിക്ക്. ഇതാരാ എഴുതി ചിട്ടപ്പെടുത്തിയത്? സത്യം പറയേ. ശരിക്കും സത്യം. കോമഡി അല്ല, കാര്യമായിട്ട്. സത്യം ആരും വിശ്വസിക്കില്ല. സത്യം, സുരാജേട്ടനാണ് സത്യം. എന്നെ കൊണ്ട് ആണായിരുന്നു. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് വല്ലപ്പോഴും ഒക്കെ കുത്തി കുറിക്കാറുണ്ട്. എനിക്കൊരു കുഞ്ഞു ബ്ലോഗ് ഒക്കെ ഉണ്ട്. ആണോ? ഓ, അപ്പൊ സത്യം തന്നെയാണ്. കൊള്ളാം, നല്ല കവിത. അപ്പോ കുട്ടിക്ക് കവിതയുടെ അസ്കിത ഉണ്ട് അല്ലേ? ചേട്ടൻ ഒരു കാര്യം അറിയോ? നമ്മൾ മലയാളികളില് ഒരു 20% ആളുകളും കവിത ഒരു ലഹരിയായിട്ട് കാണുന്നവരാണ്. ബാക്കി 80% മദ്യമാണ് ലഹരിയായിട്ട് കാണുന്നത്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കവികള് സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നവരാണ്. ആ സ്പന്ദനങ്ങളാണ് നമ്മുടെ വിരൽത്തുമ്പിലൂടെ കവിതാ ശകലങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ കവിത എഴുതുമ്പോ എന്തിനാ ശകലങ്ങളാക്കുന്നത്? അങ്ങ് തീർത്തെഴുതണ്ടേ, ഒരുപാട് എഴുതണ്ടേ, ശകലമൊന്നും വച്ച് എഴുതരുത് അല്ലേ? അതൊരു പ്രയോഗമാണ്. അത് ശരി. വിശ്വവിഖ്യാതനായ നമ്മുടെ ടോൾസ്റ്റോയി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ടോൾസ്റ്റോയി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചേട്ടൻ അറിയോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നിന്നോട് എന്താ പറഞ്ഞത് അയാള്? അല്ല, അങ്ങനെ എന്തെങ്കിലും ടോൾസ്റ്റോയി ഇദ്ദേഹത്തിനോട് സംസാരിച്ചെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് അറിയണം. എന്താ പറഞ്ഞ? എന്നോടും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അത് സംസാരിക്കരുത്. ചേട്ടനോട് കുറച്ച് ദിവസമായിട്ട് ഞാൻ വേറൊരു കാര്യം പറയണം ഇങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു. പറഞ്ഞോളൂ. ഞാന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവം, ആദ്യം മാപ്പ് പറഞ്ഞിട്ട് ചൊല്ലി. ഇനി ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല. അത് ഇനി ചൊല്ലാനല്ല, പിന്നെ ഇത് ലേറ്റസ്റ്റ് ഒരു കവിത. വളരെ ഹൃദയസ്പർശിയായ ഒരു കവിതയാണ്. അതായത് നമ്മൾ മലയാളികൾക്ക് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കവിത. നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന കവിത. ആ കവിതയ്ക്ക് സുരാജേട്ടൻ വേണം പേരിടാൻ. സത്യം, എന്റെ ദൈവം, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കവിതയ്ക്ക് ടൈറ്റിൽ കൊടുക്കണമെന്ന് പറഞ്ഞത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. നെഞ്ചോട് ചേർത്ത് വെക്കാവുന്ന കവിതയാണ്. അതിന് ടൈറ്റിൽ ബനിയൻ. നെഞ്ചോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ബനിയനാണ്. ആ ബനിയനാണ് നിന്റെ കവിതയ്ക്ക് ഏറ്റവും ബെസ്റ്റ്. കഷ്ടമുണ്ട് സുരാജേട്ടാ, കവികളോടും കലാകാരന്മാരോടും ഒരു ബഹുമാനം ഇല്ലാത്തോണ്ടാ. എന്ന് പറയരുത്, കവികളോടൊക്കെ എനിക്ക് നല്ല ബഹുമാനമാണ്. പക്ഷെ ഈ കവിയോട് ബഹുമാനമുണ്ട്. പക്ഷെ ഇതൊക്കെ സത്യമാണോ? ഇത് ഇങ്ങനെ ഞാൻ നല്ലോണം വൃത്തമൊക്കെ നോക്കിയിട്ടല്ലേ കവിത എഴുതുന്നേ. അശ്വതി കവിത എഴുതുമ്പോ വൃത്തം നോക്കണ്ട, ശരിക്കും വൃത്തിക്കൊന്ന് എഴുതാനായിട്ട് ശ്രമിച്ചാൽ മതി കേട്ടോ. വൃത്തം നോക്കുന്നു. ചേട്ടൻ അറിയോ ഇനി വൃത്തം അലങ്കാരമൊക്കെ എന്താന്ന്? എനിക്ക് നന്നായിട്ട് അറിയാം വൃത്തം അലങ്കാരമൊക്കെ. ഭാഗ്യം, 7ാം ക്ലാസ് വരെ പോയിട്ടുണ്ടെന്ന് ഉറപ്പായി. മഞ്ചരിയുടെ ലക്ഷണം പറ. പാട്ടുകാരി മഞ്ചരിയുടെ അതാണെങ്കിൽ എനിക്ക് ലക്ഷണം പറയാൻ പറ്റില്ല, അത് ശരിയാവില്ല. ഞാൻ ലക്ഷണം പറഞ്ഞു. മഞ്ചരി വൃത്തത്തിന്റെ ലക്ഷണം പറ. മഞ്ചരി വൃത്തത്തിന്റെ ലക്ഷണം
ഇതിപ്പോ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, നമുക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ശരി, എന്താ അതിന്റെ ലക്ഷണം എന്താ? ഇതിലും ശ്ലതകാകളി അവസാനമെങ്കിലും പറ. അത് മഞ്ചരിയായിടും. അത് മഞ്ചരിയായിടും, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ വലിയ കൂടുതൽ സംഭവമൊന്നുമില്ല. അങ്ങനെയല്ല, ആദ്യമായിട്ട് മര്യാദക്ക് ഞാൻ പറഞ്ഞു. ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ മതി. ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാൻ രണ്ടക്ഷരം കുറച്ചിടിൽ അത് മഞ്ചരിയായിടും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന. അല്ല, എന്നാലും ഞാൻ പറഞ്ഞല്ലോ. അടുത്തതുണ്ട്, മാലിനിയുടെ ലക്ഷണം പറ. പറയാം. മുടിയൊക്കെ നല്ല നീണ്ട് നല്ല ഉണ്ട കണ്ണായിട്ട് ഇങ്ങനെ അന്നനടയൊക്കെ നടന്നു വരുന്ന, പിന്നെ ശരിക്കും എന്ന് പറഞ്ഞാൽ വാ എടുത്തു കഴിഞ്ഞാൽ വളവള വള വള വളാന്ന് വർത്താനം പറയും. അതല്ലേ എന്റെ വീടിന്റെ അടുത്തുള്ള മാലിനി? ആ വഴിയും വന്നിട്ടുണ്ടോ? ആ, ഞാൻ സർവ്വവ്യാപിയാണ്. എനിക്കറിയായിരുന്നു സുരാജേട്ടൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞോണ്ട് വരുമ്പോ ഇതുപോലെ എന്തെങ്കിലും മുട്ടാത്തർക്കമായിട്ട് വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഈ കവിതയുടെ ലോകത്തിലേക്ക് എന്നെ പിച്ച വെപ്പിച്ച എന്റെ ഗുരുനാഥനെ. അപ്പൊ പിച്ച എടുത്തെന്ന് മനസ്സിലായി. സംഭവം കവിതയിൽ ഇയാൾ പിച്ച തന്നെയാണ്. ഗുരുനാഥൻ അങ്ങനെയൊന്നുമല്ല. അല്ല, ഗുരുനാഥൻ നല്ല ആളാണോ? നല്ല ആളാ. കവിതയുടെ വലിയ ആളാണ്. എന്നാലും പേര് കേട്ടിട്ടുള്ള ആളാണെങ്കിൽ ഉദ്ദേശം എത്ര പേര് കേട്ട് കാണും? പുള്ളിക്ക് കുറെ പേരുണ്ട്. കുറെ പേരുണ്ട്. ശരി, അപ്പൊ നല്ല ആളാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ അശ്വതിയുടെ ഗുരുനാഥനും കൂടിയല്ലേ, നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ കവിതകളും കേൾക്കാം. ഓക്കെ, ശരി, നമുക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ ഇരിക്കട്ടെ. ആവശ്യമില്ലാത്ത കൗണ്ടറൊന്നും അടിക്കരുത്, എന്റെ ഗുരുനാഥനാണ്. ആ ഒരു റെസ്പെക്ട്. ഓക്കെ ഓക്കെ, നമസ്കാരം. നമോവാഹം. അത് പറഞ്ഞു കഴിഞ്ഞായിരുന്നു. എന്താ പേര്? മഹാകവി മാധവൻകുട്ടി മാഷ്. മഹാകവി മാധവൻകുട്ടി മാഷ്. എന്തിനാ സ്വന്തമായിട്ട് ഈ മഹാകവി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? മറ്റാരും എന്നെ മഹാകവി എന്ന് വിളിക്കാറില്ല, നോം തന്നെ മഹാകവി എന്ന് വിളിക്കുക. അല്ല, ഈ മാധവൻകുട്ടി മാഷ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? മാഷ് എന്നൊക്കെ പറയുന്നു. ധനമന്ത്രി KM മാണി എന്താ വിളിക്കുക? മാണി സാർ എന്ന് വിളിക്കും. ഏത് സ്കൂളിലെ ആള് പഠിപ്പിച്ചിട്ടുള്ളേ? അല്ല, അത് ശരിയാണ്. സർ ഐസക് ന്യൂട്ടൺ മഴ പെയ്തപ്പോ പോലും സ്കൂളിന്റെ വരാന്തയിൽ പോലും കയറി നിന്നിട്ടില്ല. ഡോക്ടർ KJ യേശുദാസ് ഏത് രോഗിയാ ചികിത്സിച്ച് ഭേദാക്കിയിട്ടുള്ളേ? അല്ല, അതൊക്കെ ഡോക്ടറേറ്റ് എടുത്താണെന്ന് അറിയാം. സോറി സുരാജേട്ടാ, ഒരു കാര്യമുണ്ട്. സുരാജേട്ടൻ അങ്ങനെ കൊച്ചായിട്ടൊന്നും കണ്ട. എന്റെ മാഷിനെ ഒബാമ വൈറ്റ് ഹൗസിലേക്ക് നേരിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുക. ഇയാളെ? സത്യമാണോ? ഒബാമയെ കുറിച്ച്. അല്ല, ഒബാമ അങ്ങോട്ട് ക്ഷണനുണ്ടല്ലേ? അങ്ങനെ ഒബാമയെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട് മാഷ്. ആണോ? അങ്ങനെയാണെങ്കിൽ മാഷിന്റെ ആ വായിൽ നിന്ന് നമുക്ക് ആ കവിത ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. ആയിക്കോട്ടെ. ഒബാമയ്ക്ക് വേണ്ടി എഴുതിയതാണോ? അതെ അതെ. ശരി, എന്നാ ഒന്ന് പായി. എന്റെ കവിതയുടെ പേരാണ് അമീബയും ഒബാമയും. ഒബാമയ്ക്കറിയില്ല ഈ അമീബയാരെന്ന്, അമീബയ്ക്കുമറിയില്ല ഈ ഒബാമയെ. ഒബാമ വസിക്കുന്നതോ വൈറ്റ് ഹൗസിൽ, അമീബ വസിക്കുന്നതോ ഒബാമയുടെ വയറ്റിലും. എന്നിട്ടുമെന്തേ ഇവർ പരസ്പരം പരിചയം നടിക്കുന്നില്ല? ഓക്കെ, ഇങ്ങോട്ട് വന്ന് ഒരു നിമിഷം. ആയിക്കോട്ടെ. അതെ, ശരിക്കും ഒബാമ ഇയാളെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചത് അവിടെ ഇട്ട് തല്ലിക്കൊല്ലാനാ, പോണ്ടാന്ന് പറയും. എന്താ പറഞ്ഞേ? എല്ലാ ഈശ്വരന്റെ ഒരു കടാക്ഷം. ഞാൻ വലിയ ദൈവഭയമുള്ള ആളാ. ആണോ? വലിയ ദൈവഭയമുള്ള ആളാ. അതെ. അപ്പൊ ഡെയിലി ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ടോ? എന്താ ഈ പറയണേ? ഭയമുള്ളടത്തേക്ക് ആരെങ്കിലും പോവോ? ഞാൻ ആ പരിസരത്തേ പോവാറില്ല. അത് ഞാൻ ഒരു നിരീശ്വരവാദിയാണ്. എന്ന് പറയരുത്, ദൈവം ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ദൈവമില്ല. ഹേയ്, ദൈവം ഇല്ല എന്ന് പറയരുത്. നമ്മള് ശരിക്കും ഒരു പ്രപഞ്ചം, ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. എന്റെ സുരാജെ, സിനിമയിൽ പോലും ഉണ്ടല്ലോ ദൈവമില്ലെന്ന്. ഏത് സിനിമയുടെ പേരാ ദൈവമില്ലാന്ന്? ഗോഡ്സ് ഇല്ല. അത് ഗോഡ്സ് ഇല്ല എന്ന് പറയുന്ന സിനിമയാണ്. അല്ല, ഗോഡ്സ് ഇല്ല, ദൈവം ഇല്ല എന്നല്ല. എന്തൊക്കെ പറഞ്ഞാലും ദൈവമില്ല. ദൈവമുണ്ട് എന്ന് പറയുന്നത് ഇയാളെ ഞാൻ തല്ലിക്കൊല്ലും കേട്ടോ. അശ്വതി, ഞാനൊരു നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? ദൈവമില്ല. ദൈവമുണ്ട്, ഞാൻ തെളിയിച്ചു തരാം. ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. നിങ്ങൾ തെളിയിച്ചാൽ ഞാനൊരു വിശ്വാസിയാവും. ദൈവമില്ല. പെട്ടെന്ന് പോയി ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുള്ളതല്ലേ? സൈലൻസ്. ബക്കറ്റിൽ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വന്നേ. കുടിക്കാനാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കൊണ്ടുവന്നാലും മതി. അല്ല, ഇത് വേറൊരു സംഭവത്തിനാ. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം കൊണ്ടുപോവാ. ബക്കറ്റോ? അല്ല, മാഷ് എന്തായാലും ഇത്രയും വലിയ രീതിയിലൊക്കെ പറഞ്ഞല്ലോ. ദൈവം ഉണ്ട് എന്ന് ഞാനിപ്പോ സമർത്ഥിച്ചു തരാം. നിങ്ങളിൽ വലിയ ആളുകള് ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ മുന്നിൽ ജയിക്കാൻ പറ്റിയിട്ടില്ല. മാഷേ, ദൈവത്തിനെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. മാഷിനെ ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ വാ, ഇവിടെ വാ.
ദാ ഇതിൽ നിറച്ച് വെള്ളമുണ്ട്. ഇപ്പൊ ഞാൻ ദൈവത്തിനെ കാണിച്ചു തരാം. ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കാവൂ. അതിനിപ്പോ ആ, 2 ഇരുന്നോ. മിനിറ്റോ 2 മണിക്കൂറോ ഇരിക്കാൻ കാണിച്ചു തരാം. ദൈവം ഇല്ലാന്ന്. ദാ ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ കാണാം. ദൈവത്തിന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ആഹാ, കണ്ടോ? ദൈവത്തിനെ കണ്ടോ? കണ്ടോ? പറ, ദൈവത്തിനെ കണ്ടോ? കണ്ട? ഈ ബക്കറ്റിൽ ദൈവമുണ്ടെന്ന് സുരാജിനോട് ആരാ പറഞ്ഞേ? ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ദൈവമില്ല. ആരാടി ഇതിനെ പോലുള്ളതിനൊക്കെ കൊണ്ടു കിടക്കുന്നത്? തല്ലി കൊല്ലുന്നേ. എന്തിനാടി കൊല്ലാനാണോ എന്നെ കൊണ്ടുവന്നത്? മാഷ് അങ്ങോട്ടൊന്ന് മാറി ദൈവമേ, ദൈവം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇങ്ങ് വന്നേ. ഉള്ള വിലയും കൂടെ കളയാൻ ആരെങ്കിലും ഒക്കെ കേറി വന്നോളൂ. ഇനി ഇതുപോലുള്ള അലമ്പ് ഗുരുക്കന്മാരാരെങ്കിലും ഉണ്ടോ? എന്റെ ഗുരുവിനെ വെറുതെ അപമാനിക്കാൻ പാടില്ലായിരുന്നു കേട്ടോ. അവമാനിക്കല്ല, ഇതാ പെട്ടെന്ന് തന്നെ ഈ ബക്കറ്റും ഈ ഫ്ലോറും ക്ലീൻ ചെയ്തേ. ആര് ഞാനോ? പിന്നല്ലാതെ നീ അല്ലേ ഇത്രയും വലിയൊരു ഗുരുവിനെ കൊണ്ടുവന്ന് ഇത്രയും കാണിപ്പിച്ചത്. ഇതെല്ലാം ക്ലീൻ ചെയ്യും. ഒരു കാര്യമുണ്ട്, ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണേ. അനൂപ ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് റെഡിയാക്കട്ടെ. കണ്ട, ക്യാമറ ഓഫ് ചെയ്തപ്പോ ദാ പണിയെടുക്കുന്ന ഫ്ലോർ എന്ത് ക്ലീനായി, അസാധ്യമായിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ശരിക്കും നിനക്ക് ഇത് തന്നെയാണോ പണി? ദുബായിൽ ആർജെ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചതല്ലേ? ശരിക്കും ഫ്ലോർ അത്ര വലിയ അപമാനമൊന്നുമില്ല, മനസ്സിലായോ? അല്ല, അപമാനമല്ല, നല്ല ക്ലീൻ. ശരിക്കും ഇത് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ നല്ല വൃത്തി. കൈയടിച്ചോ കൈയടിച്ചോ. ഓക്കെ, പറയൂ. ഗുരുവിനെ ഞാൻ എന്താണ് അഭിമാനിച്ചതെന്ന് പറയുന്നത്? കഷ്ടമാണ്. ഞാൻ ഇവിടെ ഒരാളെ വിളിച്ചോണ്ട് വന്നു, എന്നുള്ളതാണ്. ഞാൻ ഏതെങ്കിലും ഒരു ഗസ്റ്റിനെ വിളിച്ചോണ്ട് വരും. സുരാജേട്ടൻ ഇതുപോലെ അപമാനിച്ച് അവരെ ഇവിടെ ഇറക്കി വിടും. ഞാൻ അപമാനിച്ചൊന്നുമില്ല. ആള് കാണിച്ചത് ഇവിടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സുരാജേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. സുരാജേട്ടൻ ഇങ്ങനെ കുറെ അക്ഷരങ്ങൾ ഇട്ട് ഇങ്ങനെ അമ്മാനമാടും എന്ന് വിചാരിച്ചിട്ട് അതെ, വലിയ ആളാന്ന് വിചാരിക്കരുത്, മനസ്സിലായോ? വലിയ ആള് തന്നെയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗസ്റ്റിനെ വിളിച്ചോണ്ട് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഈ ഫ്രണ്ടിലിരിക്കുന്ന പീക്കിരി പിള്ളേരുണ്ടല്ലോ അവരെ വിളിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മനസ്സിലായോ? ഇതിനൊന്നും വലിയ കാര്യമില്ല. ഓക്കെ, അപ്പോ അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടി സുരാജേട്ടനെ തോപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരാളെ ഇറക്കിയിട്ടുണ്ട്. എനിക്കറിയാം, അക്ഷര ശ്ലോകത്തില് എന്തോ വലിയ പ്രഗത്ഭനല്ലേ. നീ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കള്ളക്കളിയൊന്നും അല്ല, സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ? ചേട്ടൻ ആദ്യം വിളിക്കുക. ഞാൻ പറയുന്നു എന്റെ പാർട്ടി ആയിരിക്കും വിജയിക്കുന്നത്. ഞാൻ പറയുന്നു എന്റെ ആള് തന്നെ വിജയിക്കുന്നു. ശരി, നമുക്ക് ആ ആളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാലോ. ചേട്ടൻ ആദ്യം വിളിക്കുക. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. എന്താ? ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. ചേട്ടൻ ആദ്യം വിളിക്കുക. അങ്ങനെയാണ് ഞാൻ തന്നെ ചെയ്യാന്ന്. അക്ഷര ശ്ലോക സദസ്സുകളിൽ അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ലോക പ്രശസ്തൻ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കാൻ പോകുന്നു. എന്റെ എല്ലാമാണ് ശ്രീമൂലം. അല്ല, കൃഷ്ണൻ നായർ. എല്ലാം പറയാന്ന്. ശ്രീമൂലം കൃഷ്ണൻ നായർ. നമസ്കാരം. നമസ്കാരം. അതെ, എങ്ങനെയെങ്കിലും ഇതൊന്ന് ഗംഭീരമാക്കി വിജയിപ്പിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എന്റെ ആളെ വിളിക്ക്. എനിക്ക് അക്ഷര ശ്ലോക സദസ്സുകളിൽ ഇങ്ങനെ നിറഞ്ഞ് ആടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് എനിക്ക് സ്വാഗതം ചെയ്യാനുള്ള സമയമായിരിക്കാണ്. പരപ്പനങ്ങാടി പത്മനാഭ പണിക്കർ. അതെ, ഞാൻ ഒരാളെ വിളിച്ചിട്ടുള്ളൂ. നീ പണിക്കാരെ ഉൾപ്പെടെ വിളിക്കാൻ പോകുന്നു. അതൊന്നും പറ്റില്ല. ഒരാളെ വിളിക്കും. പണിക്കർ, പത്മനാഭ പണിക്കർ ഒരാളേ ഉള്ളൂ. പണിക്കരെന്ന് ഞാൻ പണിക്കാരെന്നാ കേട്ടത്. എന്നാ വരട്ടെ. നമസ്കാരം. അതെ, ഒരു കാരണവശാലും തോറ്റു കൊടുക്കരുത്. ഈ അക്ഷര ശ്ലോകത്തിൽ എന്റെ വില കളയരുത്, പ്ലീസ്. കേട്ടോ? താങ്ക് യു. അപ്പോ ഇനി നമ്മൾ രണ്ടും അല്ല ഏറ്റുമുട്ടൽ, നമ്മുടെ പ്രതിനിധികളാണ്. ഇത് ഞാൻ ജയിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. ഞാൻ ജയിക്കുന്നുള്ളത് ഉറപ്പല്ലേ? ചെക്ക്. ഡ്രാഫ്റ്റ്. ഓക്കേ. എന്താ പേര് പറഞ്ഞേ? കൃഷ്ണൻ നായർ. നാരായണൻ നായരെ? നാരായണൻ നായരല്ല, കൃഷ്ണൻ നായർ. ഗോപാലൻ നായരെ ഞാൻ പറഞ്ഞത്. ഗോപാലൻ നായരല്ല, കൃഷ്ണൻ നായർ. അല്ല, സരിതാ നായരെ ഞാന്. സരിതാ നായരല്ല, കൃഷ്ണൻ നായർ. നായര് പിടിച്ചൊരു പുലുവാലായല്ലോ. എന്ത് നായരാ പറഞ്ഞത്? തന്റെ അമ്മയുടെ നായർ. കൃഷ്ണൻ നായര്. കൃഷ്ണൻ നായര്. മനസ്സിലായി മനസ്സിലായി. കൃഷ്ണൻ നായര്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വളരെ മോശം പിടിച്ചൊരു ദിവസം ഇതേവരെ ഇതിങ്ങനെ കണ്ടിട്ടേ ഇല്ല. എന്താ? ഞാൻ വരുന്ന വഴിക്ക് റോഡിൽ ഒരു പോത്ത് ബസ് ഇടിച്ചിട്ട് മാംസങ്ങളൊക്കെ ചെതറി രക്തത്തിൽ കുളിച്ചിരിക്കുക. ഇത് കണ്ടപ്പോ തന്നെ എന്റെ ഇന്നത്തെ ദിവസം മൊത്തം അങ്ങോട്ട് പോയി. ഇത് കണ്ടപ്പോ എന്റെ വയറ്റിന്ന് ഇങ്ങനെ ഒരു കാളല്, ഭയങ്കരമായിട്ടുള്ള കാളല്. എന്നിട്ട് എന്താ ചെയ്ത്? ഞാൻ തൊട്ടടുത്ത ഹോട്ടലിൽ കയറി 3 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈ അങ്ങ് കഴിച്ചു. അപ്പൊ തന്നെ ആളങ്ങ് മാറി. ഓ, ബീഫിനെ കണ്ട കാളില് ബീഫ് തിന്നപ്പോ തീർന്നു. അല്ല, ഒന്ന് പിടിച്ചേ. അങ്ങനെ തന്നെ പിടിക്കണേ. മതി അമ്മേ. അത്ര
എന്താ ഇത്? അതെ, നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ ദീപാരാധനയാ. നമ്മളവിടെ ഇല്ലല്ലോ, വാട്സപ്പിലൂടെ അയച്ചെന്ന കൂട്ടുകാരൻ. വേണമെങ്കിൽ തൊഴുതോളൂ. എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലേ? അങ്ങനെ പറയരുത്. ഈ പ്രപഞ്ചം തന്നെ ഈശ്വരന്റെ, നേരത്തെ തന്നെ സുരാജേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ഒരു കവി വന്നിട്ട് പ്രപഞ്ചം തന്നെ ഈശ്വരന്റെ മേലിലാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ ഭൂമി അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുകയാണല്ലോ. ഈ ഭൂമി പെട്ടെന്ന് ഒരു ദിവസം താഴേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്ന് വീണ് പൊട്ടിത്തെറിച്ചുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇയാളെന്ത് മണ്ടത്തരാ പറയുന്നത്? എന്ത്? ഇന്ത്യ ഭൂമിയിലല്ലേ? അല്ലേ? ശരിയാണല്ലോ. പിന്നെ കടലിലാട്ടും കൂടെ എന്താ അവസ്ഥ? മഹാനുഭാവൻ ഏറ്റുപെട്ടാൻ പറ്റിയ ആള് തന്നെ. അതെ. അല്ല, ഇപ്പൊ സദസ്സൊന്നും ഉണ്ടാവാറില്ലേ? സദസ് എന്ന് പറഞ്ഞാൽ കേരളത്തില് ഇപ്പൊ സദസ്സില്ല. ഇല്ല. മിമിക്രി, ഗാനമേള, സിനിമാറ്റിക് ഡാൻസ്, ബൊമ്മ ഡാൻസ്, മറ്റേ ആർട്ട് ഡാൻസ്, ഐ, അങ്ങനെ മഹാശിവ. വ്യത്യസ്തമായ ഡാൻസുകളാ. അതെ, അതെ. ഇപ്പൊ ആർക്കും അക്ഷര ശ്ലോകം ഇവിടെ വേണ്ട. പക്ഷെ വിദേശത്ത് നമ്മൾ എല്ലാവർക്കും വേണം. കാനഡ, അമേരിക്ക, യൂറോപ്പ്, ഇവിടെയൊക്കെ ഇവരൊക്കെ വിളിക്കല്ലേ നമ്മളാ. മൊത്തം വിദേശ പരിപാടികൾ. ട്രിപ്പാ. അടിപൊളി. നിങ്ങൾക്ക് ട്രിപ്പ് ഒന്നുമില്ലേ? എനിക്ക് കഴിഞ്ഞ ആഴ്ച 2 ട്രിപ്പ് ഉണ്ടായി. എവിടെയൊക്കെ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഈ പ്രഷറായിട്ട് തലയിട്ട് വീണിട്ട് 2 ട്രിപ്പ് ഇട്ടു. വലിയ കുപ്പി ട്രിപ്പ്. ആദ്യമായിട്ട് ഇത്ര വലിയ ട്രിപ്പ് എനിക്ക് ഇടുന്നു. അല്ല, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഏറ്റുമുട്ടിയുണ്ടോ? ഏറ്റുമുട്ടിയിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? പ്രൈവറ്റ് ബസ്സില്. കണ്ടക്ടർ 2 രൂപ ബാലൻസ് തന്നില്ലേ? അപ്പൊ 1 രൂപക്ക് വേണ്ടി എന്റെ കരണത്തടിച്ച് 1 രൂപ തിരിച്ചു വാങ്ങി. അന്ന് ആളല്ലേ, എനിക്കറിയാം. ദൈവമേ, ഞാൻ മറന്നുപോയി. അതിന്റെ വേദന ഇപ്പോഴും പോയിട്ടില്ലായിരിക്കും. അന്ന് മുതൽ പക്ഷെ ഞാൻ എന്റെ ബസ് യാത്ര ഞാൻ നിർത്തി. അത് നിർത്തിയേ. 7 രൂപ വെറുതെ എന്തിനാ കളയണത്? നടന്നിട്ട് അങ്ങോട്ട് ലാഭിക്കാലോ. അതാ ഇപ്പോഴത്തെ ആൾക്കാരെ കുഴപ്പം. ഈ 7 രൂപ ലാഭിക്കാൻ വേണ്ടി നടക്കും. എന്നിട്ട് 20 രൂപയുടെ ജ്യൂസും മേടിച്ച് കഴിക്കും. 13 രൂപ നഷ്ടല്ലേ? ശരിയാണല്ലോ. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ശ്ലോകം അങ്ങ് തുടങ്ങാം. മത്സരം അങ്ങ് മുറുക്കാം. അവരങ്ങോട്ട് തീരുമാനിക്കട്ടെ ആരാണ് വിജയെന്ന്. തുടങ്ങാം. അവിടെ നിന്ന് തുടങ്ങിക്കോളൂ. അങ്ങനെ തുടങ്ങാ. അവിടെ നിന്ന് തുടങ്ങാ. പച്ചയാം വിരിപ്പിട്ട് സഹിനിൽ തലചായ്ച്ചും സച്ചാതിരി മലത്തിട്ടോ പദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിരുന്ന നിൻ പാർശ്വ യുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. ദാഹിക്കുന്നു മകനീ കൃപാരസ മോഹന കുടി തണ്ണീരിലാശുനി ഓമനെ തര തല്ലെന്ന് കേട്ടിന മനോഹരീ അമ്പരം നോടീന. ഇത് ഏത് വേദി പോയാലും ഇത് തന്നെയാണല്ലോ. അക്ഷരശ്ലോകത്തിന്റെ വലിയ പണ്ഡിതന്മാരാ. എന്താ അക്ഷരശ്ലോകം? നിങ്ങൾ ആരെ ആൾക്കാരാണ്? ഞങ്ങൾ അക്ഷരശ്ലോകന്റെ പണ്ഡിതന്മാരൻ തന്നെ. പണ്ഡിതന്മാർ? അതെ. നിങ്ങൾ ആരെ ആൾക്കാരാ? ഞങ്ങളോ? ഞാൻ സുരാജ് വിളിച്ചിട്ട് വന്നതാ. ഞാൻ അശ്വതി വിളിച്ചിട്ട് വന്നതാ. എന്നാ ഞാൻ ഈ നാട്ടുകാർ വിളിച്ചിട്ട് വന്നതാ. അക്ഷരശ്ലോകം ഞങ്ങളേനായിട്ട് മുട്ടാനോ? ഏറ്റുമുട്ടാനോന്നോ? ഈ അക്ഷരശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താ? എന്നാൽ എന്താ? നിങ്ങളോട് ഞാൻ ചോദിച്ചു എന്താ? പറഞ്ഞു കൊടുക്കേ. ഞാനോ? അതായത് അക്ഷരശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്ഷരം സ്ലോ ആയിട്ട് കം ചെയ്യണതാണ് അക്ഷരശ്ലോകം. അങ്ങനെ തന്നെയല്ലേ? അല്ലേ? ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും. മിണ്ടണ്ട. ഏതായി ശപ്പൻ? ശപ്പൻ നിന്റെ അപ്പൻ, ഞാൻ പപ്പേ. അങ്ങോട്ട് തുടങ്ങി. ആദ്യം മുതലാണ് തുടങ്ങാം. പച്ചയാം വിരിപ്പിട്ട് സഖിനിൽ തലചായ്ച്ചും അതിരുമളത്തിട്ടോ പദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിരുന്ന നിൻ പാർശ്വ യുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. ഇവിടെ ദാഹിക്കുന്നു മകനീ കൃപാരസ മോഹന കുണ്ണീർ താളിനാശിനി ഓമനെ തര തല്ലെന്നു കേട്ടിന മനോഹരീ അമ്പരം നോടിന. എന്താ അത്? എന്താ പറ്റിയൊരു ചക്ഷുവിലെ ഷൂ തെറിക്കുന്നുണ്ട്. ഞാൻ രാവിലെ കഴിച്ചത് എന്താണ്? ഇഷ്ട കഴിച്ചതാ. ഇഷ്ട കഴിച്ചാണോ? അങ്ങോട്ട് തിരിഞ്ഞു പാടിയാ മതി കേട്ടോ. ഞാനാണാ? കാന്തം കാന്തം നിസ്കാന്തമിസ്തംബിടുലതസ്തംബിസ്തബിസ്താസ്രം കുംബ്ലേ അനിൽ കുംബ്ലേ കുംബ്ലാന കുംബ്ലം ഭോജശ്രമസ്രം ഉത്തുംഗതാമ്ര രാജാനഗര ഹിമകര ജോത്സരയാം ദാതൃദാനം തന്താപതൊന്തമാന്ത്രി മധുമനകലയേ മംഗളാമംഗുലീന. ഫ്ലാ ഇവിടെ ഫ്ലാസ്കും
ഫ്ലാസ്കിന്റെ ഫ്ലാസ്കും പ്ലാസ്റ്റിക് ബക്കറ്റും പ്ലാസ്റ്റോ പാരീസും ഫ്ലവറും ഫ്ലോറും ഫ്ലവർ മില്ലോ ക്ലാ ക്ലാ ക്ലിയർ ക്ലാ ക്ലിയർ ക്ലാ 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 ക്ലീ 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 ക്ലൂ 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 ക്ലേ 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 ക്ലൈ 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 ക്ലോ 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 ക്ലം 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 ക്ലാ സ്മോളും സ്മോക്കും സ്മഗലിങ്ങും സ്മാർട്ടും സ്മാർട്ട് സിറ്റിയും റെപ്പറും റെപ്പറിന്റെ അച്ഛനും നിന്റെ അച്ഛനും എന്താ പറഞ്ഞ നിന്റെ അച്ഛനും അച്ഛനാ അച്ഛനാ നിന്റെ അച്ഛന്റെ അച്ഛനും ആ, എന്നാ കുഴപ്പമില്ല, പറഞ്ഞോ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭാ ബ്രാ അല്ല ഞാനാണ് ഇവിടെ 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 പ്രായോ അല്ല ആ. അങ്ങനെ ഒരു അക്ഷരമുണ്ട് അങ്ങനെ ഒരു സാധനം തന്നെ ഉണ്ട് അങ്ങോട്ട് തുടങ്ങാം ബ്രാലും ബ്രാലിന്റെ ബ്രാലും ബ്രിട്ടാനിയ ബിസ്ക്കറ്റും ബ്രിട്ടനും ബ്രട്ടനും ബ്രട്ടനും ബ്രാൻഡിയും ബ്രിട്ടീഷ് മാർക്കറ്റും പ്ലിം ബ്ലിം പ്ലിം ബ്ലിം പ്ലിം പ്ലിം ബ്ലിം പ്ലിം ബ്ലിം പ്ലിം ബ്ലിം പ്ലിം ബ്ലിം പ്ലിം ബ്ലൂം പ്ലണ 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 തംബ്രണ 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 അല്ലല്ല അവിടെ അവിടെ ഹലോ അത് പോയി സാധനമൊക്കെ പറയാ ഹലോ പോയി നിങ്ങളെ ആൾക്കാർ തോറ്റുപോയി തോറ്റുപോയി കമോൺ കമോൺ താങ്ക് യു അങ്ങനെ പെട്ടെന്ന് വാ ശ്രുതി അശ്വതിയുടെ ടീം ഇതാ നോക്കൂ. ചേട്ടാ ഇല്ല അത് എണീക്കില്ലാന്ന് തോറ്റുപോയി. പ്രഷറുള്ള മനുഷ്യന് 2 പ്രാവശ്യം കഴിഞ്ഞ ദിവസം ട്രിപ്പ് കൊടുത്തെന്ന് പറഞ്ഞു കേട്ടായിരുന്നോ? അതെ ഒന്ന് എണീച്ചേ. അക്ഷരശ്ലോകത്തിന്റെ മെയിൻ ആള് ഒന്ന് എണീറ്റേ. അല്ല എന്താ പ്രശ്നം ഇവിടെ എന്താ ഇവിടെയാ ഇവിടെ എന്താ പ്രശ്നം ഇപ്പൊ എനിക്ക് കാര്യം പിടികിട്ടി. ഇതിന്റെ ബാക്കി പറയാൻ പറ്റത്തില്ല. ഹലോ ചേട്ടാ എല്ലാരും പോയി എണീറ്റു വാ, നമുക്ക് പോവാം. എല്ലാരും പോയാ ആ, അവര് ചോദിച്ചത് എന്താണെന്നാണ്, അത് പറയാനാണ് കഷ്ടമുണ്ട് കേട്ടോ. എല്ലാരും തോറ്റു ഏ? ഇനി ഞാൻ ജയിച്ചു നിങ്ങൾ ജയിച്ചോ? ആ. നിങ്ങൾ ജയിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതെന്താ ഇതിനെ ഒന്ന് എങ്ങനെയെങ്കിലും തോൽപ്പിച്ചേ? ഇയാളെ ആരാ കളിക്കാൻ കൂട്ടിയെ? ഏ? ഇയാളെ ആരാ അല്ല, കളിക്കാൻ ഒന്ന്- ആ, പാടട്ടെ ആ, പറഞ്ഞോ. അയാൾ പറഞ്ഞത് നിങ്ങൾ പാടിയാലും മതി അല്ല നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക, ആള് പാടി നോക്കട്ടെ. പറ്റുമോ? പിന്നെ പൊക്കോ. ആർക്കും പറ്റിയില്ല. എന്തായാലും ഇപ്പൊ ഓഡിയൻസ് കൊണ്ടുവന്നിരിക്കുന്ന ആളാണ് ജയിച്ചേക്കുന്നത് എന്ന് പറയാൻ വരട്ടെ. ഞാനിത് പറയാം. പറയോ? ആ ഉറപ്പ്. സുരാജ് ചേട്ടാ, ആ, ഒരു കോമൺ ശത്രു വരുമ്പോ നമ്മൾ ഒറ്റ കൈയായിട്ട് നിൽക്കണം. തീർച്ചയായിട്ടും പറഞ്ഞോ, ബാക്കി ഞാൻ പറയാം. ഓക്കെ. കൊരവയിട്ട് കെട്ടും നടത്തി അവിടെ ഫുഡും കഴിച്ച് വയറ് വീർത്ത് ഏമ്പക്കവും വിട്ട് പറ. ആ അക്ഷരമില്ലല്ലോ അക്ഷരം ഉണ്ടോ? അതെ ഇല്ലല്ലോ. അപ്പൊ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട്. ഇവിടെ പറയും പറ്റുമോ? ഇല്ല അപ്പൊ കല്യാണം കഴിഞ്ഞു ആ. കെട്ടും കഴിഞ്ഞു സദ്യയും കഴിച്ച് അപ്പൊ ഇനി പോയി കിടന്നുറങ്ങി എന്നാ പറയിക്കോ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇനി ചെറിയൊരു ഇടവേള. കല്യാണമൊക്കെ കഴിച്ചോ? ഡബിൾ കല്യാണം കഴിച്ചു. ഡബിൾ കല്യാണം? അതാരാ? ഭാര്യ ഉണ്ടോ? അത് രണ്ടാമത്തെ ഭാര്യ, ഇത് ഫസ്റ്റ് ഭാര്യ. 5 മക്കളുണ്ട്. 1 2 3 4 5 5 മക്കളുണ്ട്. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഇപ്പൊ എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റുമോ? വെച്ചിട്ട് പാടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു ചെറിയൊരു ഗെയിം ഷോ ആണ്. ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വേദിയിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരു 4 പേര് വന്നേ. 3 ആയാലും കുഴപ്പമില്ല.
ഓക്കെ, രണ്ടുപേരും വിളിച്ചപ്പോ തന്നെ നല്ല ഒരു ചുണക്കുട്ടനും മറ്റൊരു ചുണക്കുട്ടനും ഇവിടെ എത്തി. എന്താ പേര്? അശോകൻ. അശോകൻ. എന്റെ അച്ഛന്റെ പേരാ. എവിടെ സ്ഥലം? നെച്ചൂര്. നെച്ചൂർ. ഓക്കെ, എന്താ പേര്? മുത്തു. എവിടെ സ്ഥലം? പുത്തൻകുരിശ്. ദോശ. പുത്തൻകുരിശ്. 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 സുഖമായിട്ടിരിക്കുന്നു. ഇതെന്താ സ്റ്റൈൽ ചെയ്ത് വെച്ചേക്കുന്നത്? ഇത് കണ്ടത്? ഇത് എന്തോ സ്റ്റൈലായത്? അതെ, ഇങ്ങനെ ഇത് കട്ട് ചെയ്തോണ്ടിരുന്നപ്പോ ആരുടെയെങ്കിലും സംസാരിച്ചതാണ്? ഞാൻ തന്നെ സ്വയമായിട്ട് ചെയ്യുന്നതാ. സ്വയമായിട്ട് സ്വന്തം- ചെയ്തത്? സ്വയമായിട്ട് ഇതിപ്പോ മലയാളിയല്ലേ? സ്റ്റൈലൊക്കെ ചെയ്യും. മലയാളിയല്ലേ? മലയാളിയില്ല, പിന്നെ സ്വന്തം നാട് മധുര. മധുര. തമിഴ്നാട്. കണ്ട, തമിഴ്നാടാണ്. കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി? 14 കൊല്ലം. 14 കൊല്ലം. കല്യാണമൊക്കെ കഴിച്ചോ? ഡബിൾ കല്യാണം കഴിച്ചു. ഡബിൾ കല്യാണം? അതാരാ? ഭാര്യ ഉണ്ടോ? അത് രണ്ടാമത്തെ ഭാര്യ. ഇത് ഫസ്റ്റ് ഭാര്യ. 5 മക്കളുണ്ട്. 1 2 3 4 5 മക്കളുണ്ട്. 5 മക്കളും ഉണ്ട്. 2 കല്യാണം കഴിച്ചു. എന്റെ ദൈവമേ, ഈ കേസും പ്രശ്നം ഒന്നും ഉണ്ടായില്ല? ആദ്യം ഉണ്ടായിരുന്നു, പിന്നീട് ആൾ സാൽവ് ആയി. അവർ അവര് രണ്ടുപേരും നല്ല തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. ഇപ്പൊ സ്നേഹം ഒരു പ്രശ്നമില്ല. എല്ലാം ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. നമിച്ചു. എന്റെ അമ്മേ, 2 പേരും ഒരു വീട്ടിലാ താമസിക്കുന്നത്. ഓ, എന്റെ ദൈവമേ, എന്റെ ഭാര്യയൊക്കെ ഇതൊന്ന് കണ്ട് പഠിക്കത്. കൊതിയായിട്ട് പാടില്ലാതെ. അല്ല, ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. എന്റെ ദൈവം അങ്ങനെ അല്ല. നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്. നല്ല സാമ്പത്തികം. മതപരമായും അങ്ങനെ സാമൂഹ്യപരമായ ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല, മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുടിക്കില്ല, വലിക്കില്ല, ഒരു പരിപാടിയില്ല. ഒരു ദുശീലവും ഇല്ല. കുടുംബം നോക്കും. രണ്ട് ഭാര്യ മാത്രം കെട്ടിട്ട് അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്ന ആ ഗെയിമില് ഇദ്ദേഹം വിജയിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. പ്രത്യേകിച്ച് 2 ഭാര്യമാർ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഗെയിം വളരെ നിസ്സാരമാണ്. സാരി ഉടുത്തിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആരുടുക്കുന്ന കണ്ടിട്ടുണ്ട്? ഭാര്യ. ആ, ചേച്ചി വന്നിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ചേച്ചി നന്നായിട്ടൊക്കെയാണ് സാരി ഉടുത്ത് പുറത്തു പോകുന്നത്. അതെ. അതെ. അപ്പൊ ചേട്ടന് പിന്നെ എപ്പോഴെങ്കിലും വൈകിട്ടുണ്ടോ? അതായത് ഒന്നിറങ്ങി വാടി മതിയടി ഉടുത്തത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈം എടുക്കാറുണ്ടോ സാരി ഉടുക്കാൻ? അധികം സമയം എടുക്കാറില്ല. മേക്കപ്പിനൊന്നും അധികം സമയം എടുക്കാറില്ല? ഇല്ല. ചേട്ടനും അധികം എടുക്കാറില്ല? ഇല്ല. നീ വേറൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, നീ സാരിയുടെ പ്ലീറ്റ് പിടിക്കാൻ വിളിക്കാറുണ്ടോ? പ്ലീറ്റ് വിളിക്കാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എന്നും സ്വന്തം ഭർത്താവിനെ പ്ലീറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തും. പാവം, എന്താ ശരി. ഭർത്താവ് വിളിക്കാറുണ്ട്. പ്ലീറ്റ് പിടിച്ചിടാൻ സ്വന്തം ഭർത്താവല്ല, വേറെ വല്ലവരുടെ ഭർത്താവിനെ വിളിച്ചാലേ പ്രശ്നമുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 പുത്തൻ സാരികൾ കൊണ്ടുവരൂ. സാരി കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. എത്ര മിനിറ്റാണ് നിങ്ങളുടെ ഭാര്യ സാരി ഉടുക്കാൻ എടുക്കുന്ന ടൈം? അറിയില്ല. എന്നാലും നിങ്ങളുടെ ഭാര്യ എത്ര മിനിറ്റ് എടുക്കും? ഒരു ഭാര്യ സാരി കൊടുക്കാൻ ഒരു 5 മിനിറ്റ് പിടിക്കും. ഒരു ഭാര്യ സാരി കൊടുക്കണമെങ്കിൽ ഒരു 3 മിനിറ്റ് പിടിക്കും. 3 മിനിറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ പിന്നെ ഈ കൂടുതൽ ഉടുക്കുന്ന ഭാര്യയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? ഒന്നും പറയാം, 2 ഇഷ്ടമുണ്ട്, 2 ഒന്നും പറയാറില്ല. ഓക്കെ, ശരി. അപ്പോ നിങ്ങൾക്കൊരു 3 മിനിറ്റ് ടൈം തരാം. വേണ്ട, ഒരു 1.5 മിനിറ്റ് ടൈം അല്ലേ? മാക്സിമം നന്നായിട്ട് ഉടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടായിരിക്കണം. റെഡി? ടൈം സ്റ്റാർട്ട്. ആ, എനിക്ക് വയ്യ. ഇത് എവിടെയൊക്കെ കോപ്പി അടിക്കാൻ പറ്റില്ല. ആദ്യം ഞൊറിയുന്നോ? ഇതെന്താ ഇത്? ഇടത്തെ കൈയും വലത്തെ കൈയും ഒക്കെ വെച്ചിട്ട് ഈ കല്യാണത്തിന് പന്തൽ കെട്ടാനൊക്കെ പോയിട്ടുണ്ടല്ലേ? വളരെ സ്പീഡാണല്ലോ. ഞാൻ നേരത്തെ പോയിട്ടുണ്ടാണ്. ചേട്ടാ, ഇത് വച്ചോണ്ടിരിക്കല് ടൈം പോകാറായി. എവിടെയെങ്കിലും ഒന്ന് കുത്ത്. ഇത് ആർക്ക് ഞൊറിഞ്ഞോണ്ട് കൊടുക്കുന്നത്? ഇത് കറക്റ്റ് ആണോ? എനിക്ക് വയ്യതാ. ഇല്ല, ഇനിയുണ്ട്. വാരിക്കെട്ട്. സഹായിക്കില്ല. ഉടുത്തെങ്കിലും മുണ്ട് അഴിച്ചു കളയരുത്. സാരി ഉടുക്കുന്നതെല്ലാം ചേട്ടാ, ഇനിയും ടൈമുണ്ട്. വെറുതെ ഉടുത്തേ അതുവരെ തീർക്കുമെന്ന് അറിയണമല്ലോ. ഇതിനെക്കാളും ഒരു ചാക്ക് കൊടുത്താൽ മതിയായിരുന്നു. കെട്ടി എങ്ങാനും ഇട്ടോട്ട് വരായിരുന്നു. എനിക്ക് വയ്യ. ഇത് കണ്ട അശ്വതി, കണ്ടു പഠിക്ക്. ഇത് കണ്ട സാരി ഉടുത്തോണ്ട് വരുന്ന ഞാനും കണ്ടിട്ടുണ്ട്. പെറ്റ തള്ള സഹിക്കില്ല. ഇത് കണ്ടോ എന്ത് ക്ലിയർ ആയിട്ടാ പയ്യന്മാർ ഉടുത്തു വച്ചേക്കുന്നതെന്ന്. ദൈവമേ, ഇത് ഇതുവരെ ആയിട്ട് ചുറ്റി തീർന്നില്ലല്ലോ. ചേച്ചി, വല്ലപ്പോഴെങ്കിലും സാരി ഒന്ന് ഉടുപ്പിച്ചൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക ചേച്ചി. ഓക്കെ, ഇനി ഇങ്ങനെ എടുത്തൊരു കെട്ടും. സ്ത്രീകൾ തന്നെ പറയൂ, ഏറ്റവും നന്നായിട്ട് സാരി ഉടുത്തേക്കുന്ന ആരാ? മുത്തു. അപ്പൊ നല്ല ഒരു കൈയടി കൊടുത്തേ. എന്തായാലും ചേട്ടനും ഒട്ടും പിറകിലല്ലാതെ കൂടെ വന്നു. പക്ഷെ ഞൊറിഞ്ഞ് ആർക്കോ കൊടുക്കാനുള്ള ഒരു തരത്തിലായിരുന്നു. ഞൊറിഞ്ഞ് വൈഫിന് സാരി കൊണ്ട് കൊടുക്കാനായിട്ട് സ്വന്തം ശരീരത്തിലേക്ക് കുത്തി വയ്ക്കാനായിട്ട് മറന്നുപോയി. അവസാനമാണ് കുത്തിയത് ഇല്ലേ? ഓക്കെ, നന്നായി. ഇനി നമുക്ക് അവിടുന്ന് ഒരു ക്യാറ്റ് വാക്ക് ഉണ്ട്. അതായത്
ഫാഷൻ ഷോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അമ്മാതിരി നടക്കുമല്ലോ, പെൺപിള്ളേർ നടക്കുന്ന കാണാനാണ് രസം അല്ലേ? അത് ശ്രദ്ധിക്കാറുണ്ടല്ലേ? അടിപൊളിയായിട്ട് നടക്കുകയും ചെയ്യും. ഇന്നത്തെ എനിക്ക് കോളടിച്ച്. ശരി ചേട്ടൻ നടക്കോ? നോക്കാം. ഇതുപോലെ നല്ല ചുണക്കുട്ടന്മാരെയാണ് നമുക്ക് ആവശ്യം. റെഡി? അസലായിട്ടുണ്ട് ചേട്ടൻ. ഇനി കുറച്ചുകൂടെയൊക്കെ പഠിച്ചാൽ ക്ലിയർ ആവും കേട്ടാ. നന്നായിട്ടുണ്ട്. മുത്തു തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ 16 വർഷമായി അല്ലേ? 14 വർഷമായി. 5 മക്കളുടെ അച്ഛനാണ്. പിന്നെ 2 ഭാര്യമാരുണ്ട്. ഒരുപാട് സന്തോഷകരമായിട്ട് കഴിയുന്നു. ചേട്ടൻ ഒരു ഭാര്യ, ഒരു മകൻ. ഇതൊക്കെ അതെ, ഇതൊക്കെ കേട്ടപ്പോ ഒന്നുകൂടി നല്ല താല്പര്യമുണ്ടോ? ഇതാ കണ്ട പിച്ചാത്തി എടുത്ത് കാണിച്ച് കത്തി. ചേച്ചിയെ കത്തി ഇങ്ങനെ കാണിച്ചു. എന്തായാലും സന്തോഷമായല്ലോ. അപ്പോൾ നമുക്ക് പ്രൈസ് ചേട്ടന് തന്നെ കൊടുക്കാമല്ലോ. വളരെ സന്തോഷം. ഗംഭീരായിട്ടുണ്ട്. നല്ല ഒരു ക്ലാപ്പും കൂടെ കൊടുത്തേ. താങ്ക് യു ഫോർ കമ്മിങ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇനി ചെറിയൊരു ഇടവേള. സദ്യ നടക്കുമ്പോ അച്ചാർ വെള്ളം വേണ്ടി വരും. You mean pickle? പിക്കിള് എക്കിളൊക്കെ തിന്നണവർക്കാ വേണ്ടി നാരങ്ങയില്ലേ? നാരങ്ങ ഇലയുടെ തുമ്പത്ത് ഇങ്ങനെ കറണ്ട് കൊണ്ട് കോരി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ മതി. വിളമ്പൊന്നും വേണ്ട. നീ പ്രിയ ഉദ്യാനമൂലു ఎవరిడు తెలుసుకున్నావే ఆవే. പക്ഷെ എന്തായാലും ഒന്ന് മുഖത്ത് നോക്കിക്കൂടെ? വല്ല തല്ലുവല്ലും ചെയ്യും. വെറുതെ ഇരിക്കുന്നേ അച്ചായ, ഒന്ന് മുഖത്ത് നോക്കിയേക്ക്. എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, മുഖത്തെങ്കിലും നോക്ക്. ഓണത്തിന് വന്നാ മതി. നല്ലമ്മ ചിന്നയ്യ ചിന്നയ്യ ജാത്ര ചെപ്പടായിക്ക് ഒച്ചിനോവാ. ഒച്ച സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഇടുന്നത് ഒരു മാല എടുത്ത് ഞാൻ നോക്കി. ആനയ്ക്ക് നെട്ടിപ്പട്ട പറഞ്ഞ് ദൈവസത്യമായിട്ട് എത്രയും വലിയ ആരുടെ വകയിലാടാ നിന്റെ അമ്മാവനാണോ ഞാൻ? ഇറങ്ങിപ്പോടാ. മുറച്ചെടുക്കണമെന്ന് പറഞ്ഞു ഇവനാ പണ്ടെങ്ങാണ്ട് എന്റെ വീട്ടിൽ മുറം വെക്കാൻ വന്ന ചെക്കനാണ് ഇവൻ. ഇഷ്ടവസന്തടങ്ങളിൽ എത്തിയിണയരയന്നങ്ങൾ കൊക്കുകൾ ചേർത്തു. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അസലായിട്ട് സാരി എടുത്തു. മുത്തുവിന് 2 ഭാര്യമാരുണ്ട്, 5 മക്കളുണ്ട്. എല്ലാരോടും എൻ്റെ ഹായ്. എന്താ ചോദിച്ചേ? അല്ല, എന്താ ജോലിന്ന് കൂടെ ചോദിക്കാറ്. മുത്തുവിന് ഇത് തന്നെ ജോലി. അപ്പോൾ അതുപോലെ തന്നെ അശോകനും അതിഗംഭീരമായിട്ട് അശോകൻ ചേട്ടനും സാരി ഉടുത്തു. പിന്നെ കുറച്ചൊക്കെ വിഷയം ഉണ്ടായിരുന്നു. എന്തായാലും ചേച്ചി വല്ലപ്പോഴൊക്കെ ഒന്ന് സാരി ഉടുപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ആട്ടെ, എനിക്കൊരു ചെറിയ ഡൗട്ട്. അശ്വതിയുടെ വൈഫ് സാരി ഉടുക്കാറുണ്ടോ? അല്ല, ഭർത്താവ് ശ്രീകാന്ത് സാരി ഉടുക്കാറില്ല? ഇതുവരെ ശ്രമിച്ചിട്ടില്ല? ഇതുവരെ പ്ലീറ്റ് പിടിച്ചു വരാൻ വേണ്ടി മാത്രം കഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഇട്ട് പണിയെടുപ്പിക്കരുത് കേട്ടോ, പാവമാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന്. ബാക്കി അപ്പൊ ഇന്ന് എന്റെ കവിതയോട് കൂടി ഐശ്വര്യമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പെട്ടെന്ന് ഒരു 2 വരി കവിതയിൽ അല്ല, ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് കവിതയിലാണ്. അപ്പൊ സമാപിപ്പിക്കുന്നതും അത് കവിതയിലൂടെ. സുരാജേട്ടാ, നിമിഷ കവിതയാണേ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. ഇനി നാളെ കണ്ടിടാം കൂട്ടുകാരെ. ഓക്കേ. ഇന്നത്തെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ ഗുഡ് നൈറ്റ്.